വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് ഉപ്പുമുളകും അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും ടീം പുതിയൊരു പരിപാടി നടത്താൻ പോവുകയാണ്. അത് ഉപ്പുമുളകും ടീമല്ല, ഫ്ലവേഴ്സും കൈകൂടെ ചേർന്നിട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കടവന്തറ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. നല്ല വലിയ രീതിക്ക് 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രേക്ഷക സംസ്ഥാന സമ്മേളനം തന്നെ. അത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അത്രത്തോളം ഓൾമോസ്റ്റ് നല്ലൊരു ജനപ്രവാഹം വരാൻ സാധ്യതയുള്ളൊരു പരിപാടി തന്നെയാണ്. അതിൽ ഫ്ലവേഴ്സിൻ്റെ എല്ലാ കലാകാരന്മാരും 24ൻ്റെ എല്ലാ കലാകാരന്മാരൊക്കെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ചേർന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം തന്നെയാണ്, ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. അതിലാണ് ഉപ്പുമുളകും ടീമിൻ്റെ പുതിയൊരു പരിപാടി വരാൻ പോകുന്നത്. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഒരു സ്കിറ്റായിരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ്. സ്കിറ്റ് തന്നെയാണെന്നാണ് അവസാനം കിട്ടിയ അറിവും. ഉപ്പുമുളകും ടീം ലാസ്റ്റായിട്ട് ഒരു സ്കിറ്റ് ചെയ്തത് 2020-ലോ 2019-ലോ മറ്റോ ഒരു ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിലാണ്, ഫ്ലവേഴ്സിൻ്റെ തന്നെ. അതിനുശേഷം അവർ ഏത് സ്കിറ്റോ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒന്നും തന്നെ ഫ്ലവേഴ്സിന് വേണ്ടി ചെയ്തിട്ടില്ല, പുറത്തും പോയി ചെയ്തിട്ടില്ല ഇവരെല്ലാവരും ഒരുമിച്ചായിട്ട്. അതായത് ആ ഒരു സ്കിറ്റുകളൊക്കെ പണ്ട് ചെയ്ത സ്കിറ്റുകളൊക്കെ അടിപൊളി സ്കിറ്റുകളായിരുന്നു. ഉപ്പുമുളകും തുടക്ക സമയത്ത് ചെയ്ത സ്കിറ്റുകളൊക്കെ ഒരുപാട് വൈറലായിരുന്നു. അതിനുശേഷം ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിന് ചെയ്ത സ്കിറ്റുകളും അടിപൊളി ഒരു തീമിലൊക്കെ ആയിരുന്നു അതൊക്കെ നടന്നത്. അവസാനം കലാഭവമണി ചേട്ടനൊക്കെ ഒരു ട്രിബ്യൂട്ടൊക്കെ നൽകിയിട്ടായിരുന്നു ആ ഒരു സ്കിറ്റ് അവസാനിച്ചത്. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു സ്കിറ്റായിട്ട് ഉപ്പുമുളകും ടീം എത്തുകയാണ്. അതും ഫ്ലവേഴ്സിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന്, അതായത് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിനാണ് ആ ഒരു പരിപാടി നടക്കുന്നത്. അത് ലൈവ് സംപ്രേക്ഷണമായിട്ട് 24 ന്യൂസിൽ നാളെ 2 മണി മുതൽ ഉണ്ടാകുമെന്നാണ് പ്രോമോയിൽ നമ്മൾ കണ്ടത്. ഏതായാലും ഉപ്പുമുളകും ഫാൻസിന് ഇതൊരു ട്രീറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പുറത്ത് വെച്ച്, അതായത് ഉപ്പുമുളകും ഷോയിലല്ലാതെ പുറത്ത് വെച്ച് ഒരുമിച്ച് കാണുന്നത് ഭയങ്കര വിദൂരമാണ്. അതും ഇങ്ങനത്തെ ഒരു സ്കിറ്റൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരിക്കണം ഫാൻസ് എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് കിട്ടിയവിടെ തന്നെ കുറേ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയനായ ഒരു സ്കിറ്റിലുണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എന്ന്. കാരണം ഇത് ഉപ്പുമുളകും അല്ലല്ലോ, പുറത്തു വന്നൊരു സ്കിറ്റ് ചെയ്യല്ലേ, ഇപ്പോൾ മുടിയനുണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമായി കൂടിയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മുടിയനുണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണെന്നല്ല, ഉണ്ടാവുക തന്നെ ഇല്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു ചാനലിൻ്റെ പരിപാടിയോ അല്ലെങ്കിൽ പുറത്ത് വന്ന് ഒരു പ്രൈവറ്റ് പാർട്ടികൾ നടക്കുന്ന ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയോ ഒന്നുമല്ല. ഫ്ലവേഴ്സും 24-ഉം തന്നെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിലോട്ട് മുടിയൻ വരിക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്. ആ ഒരു പരിപാടിയിൽ മുടിയൻ ഉപ്പുമുളകും ടീമിൻ്റെ ഒപ്പം പങ്കെടുക്കാനൊന്നും ചാൻസസ് വളരെ കുറവാണ്. ആ ഒരു പരിപാടിയിൽ ബാക്കി എല്ലാവരും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ബാലുവും നീലും, കേശു, ശിവ, ലച്ചു, പാറുക്കുട്ടി, പിന്നെ വേണമെങ്കിൽ രാംകുമാറും ദിയൊക്കെ, ഇവരൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. പക്ഷേ അതല്ലാതെ മുടിയൻ ഉണ്ടാവാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല. കാരണം മുടിയൻ ഇപ്പോൾ പ്രശ്നമുള്ളത് ഡയറക്ടറുമായിട്ട് പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ഡയറക്ടറെ തന്നെ മാറ്റിയായി ഫ്ലവേഴ്സ് ടീം. പക്ഷേ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ഇപ്പോൾ മുടിയന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ ഇൻ്റർവ്യൂ കൊടുത്തതിൽ. അതുകൊണ്ട് ഫ്ലവേഴ്സ് നടത്തുന്ന ഒരു പരിപാടിയിൽ മുടിയൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മുടിയനില്ലാതെ ആയിരിക്കും ആ ഒരു സ്കിറ്റ് നടക്കുക. ആദ്യമായിട്ടാണ് മുടിയനില്ലാതെ ഉപ്പുമുളകും ടീം മാത്രമായിട്ട് ഒരു സ്കിറ്റ് നടക്കാൻ പോകുന്നത് ഫ്ലവേഴ്സിൻ്റെ തന്നെ. അതിൽ ഉപ്പുമുളകും അല്ലാതെ പുതിയൊരു പരിപാടിയായിട്ട് ഉപ്പുമുളകും ഫാമിലി വരാൻ പോവുകയാണ് നാളെ, അതായത് ഞായറാഴ്ചയാണ് ആ പരിപാടി നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു പരിപാടിക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും